ഗർഭഛിദ്രത്തിന് ക്ലിനിക്കിലെത്തിയവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന് 2 വൈദികർ ഉൾപ്പെടെ 4 പ്രോലൈഫ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു. ഗർഭഛിദ്രത്തിനെതിരെ സമാധാനമായി പോരാടുന്ന റെഡ് റോസ് റെസ്ക്യൂ ക്യാമ്പയിൻ പ്രവർത്തകരാണ് അറസ്റ്റിലായത്. ഗർഭഛിദ്രം നടത്താനെത്തുന്നവർക്ക് റോസാപ്പൂ നൽകിയും ഗർഭഛിദ്രത്തിന്റെ അധാർമികത ബോധ്യപ്പെടുത്തിയും അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന മുന്നേറ്റമാണ് റെഡ് റോസ് റെസ്ക്യൂ. അമേരിക്കയിലെ വാഷിംഗ്ടൺ DC-യിലെ 2 ഗർഭഛിദ്ര കേന്ദ്രങ്ങൾക്ക് മുന്നിൽ ശുശ്രൂഷ നിർവഹിക്കവെയാണ് കപ്പുച്ചിൻ സഭാംഗമായ ഫാദർ ഫിഡലിസ് മോസിൻസ്കിക്, ഫാദർ സ്റ്റീഫൻ ഇംബ്രാറ്റോ, വിൽ ഗുഡ്മാൻ, ലിൻഡ മുള്ളർ തുടങ്ങിയവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയത്. സുർജി സെന്റർ എന്ന ഗർഭഛിദ്ര കേന്ദ്രത്തിൽ വെച്ചാണ് റെഡ് റോസ് റെസ്ക്യൂ പ്രസ്ഥാനത്തിന്റെ നേതൃനിരയിലുള്ള ഫാദർ സ്റ്റീഫൻ ഇംബ്രാറ്റോയും ലിൻഡ മുള്ളറും അറസ്റ്റ് ചെയ്യപ്പെട്ടത്. മറ്റു 2 പേർ അറസ്റ്റിലായത് ക്യാപിറ്റൽ വുമൺ സർവീസ് എന്ന ഗർഭഛിദ്ര കേന്ദ്രത്തിൽ വെച്ചും ആണ്. ക്രൈസിസ് പ്രഗ്നൻസി കേന്ദ്രങ്ങളുടെ നമ്പർ അടങ്ങിയ കുറിപ്പും റോസാ പുഷ്പങ്ങളും വിതരണം ചെയ്തുകൊണ്ട് ഗർഭിണികളെ ഉപദേശിച്ച ശേഷം കുരുന്നു ജീവനുകളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ക്ലിനിക്കിൽ തന്നെ തുടർന്നതാവണം അറസ്റ്റിന് കാരണമായത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കോവിഡ് മൂലം നിരവധി പേർ മരണമടഞ്ഞ സാഹചര്യം നിലനിൽക്കുമ്പോഴും അടിയന്തര ശസ്ത്രക്രിയകൾ വരെ മാറ്റിവെക്കപ്പെട്ട സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഗർഭഛിദ്ര ക്ലിനിക്കുകൾക്ക് പ്രവർത്തനാനുമതി നൽകിയിരിക്കുന്നത്. മിഷിഗൺ, വാഷിംഗ്ടൺ എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിലുള്ള നീക്കങ്ങൾക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നിട്ടുള്ളത്. ഗർഭസ്ഥ ശിശുക്കളെ വധിക്കാൻ തീരുമാനിക്കുന്ന ഗർഭിണികളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ആരംഭിച്ച റെഡ് റോസ് റെസ്ക്യൂ ക്യാമ്പയിനിലൂടെ നിരവധി കുഞ്ഞുങ്ങളാണ് ഇതിനകം ഗർഭഛിദ്രത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. കനേഡിയൻ പ്രോലൈഫ് ആക്ടിവിസ്റ്റായ മേരി വാഗ്നർ ആണ് ഇതിന് പ്രചോദനമായത്.